നയീൻ എന്ന പട്ടണത്തിലേക്ക് യേശുവും തന്റെ ശിഷ്യന്മാരും വരുമ്പോ നിങ്ങൾ അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? വലിയൊരു കൂട്ടം പുരുഷാരം യേശുവിനെ പിന്തുടർന്നു വന്നു എന്ന് നമുക്കവിടെ വായിച്ചു മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, യേശുവിൻ്റെ ഉദ്ദേശം വചനം പ്രസംഗിക്കുക എന്നുള്ളതല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരു പ്രസംഗത്തിനുള്ള ആള് കൂടെ ഉണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ വരണം. ഹലോ, യേശുവിൻ്റെ ഉദ്ദേശം ചില രോഗികളെ സൗഖ്യമാക്കുക എന്നുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ ഈ കൂട്ടത്തിലും കുറെ രോഗികളുണ്ട്. പക്ഷെ യേശുവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, പട്ടണവാതിക്കൽ എത്തുമ്പോൾ, ഹലോ, ജീവനില്ലാത്ത മകനുമായി ആ സ്ത്രീ പട്ടണവാതിക്കൽ എത്തുമ്പോൾ ആ സന്ദർഭത്തിൽ ഞാൻ അവളെ ഒന്ന് കണ്ടുമുട്ടണം. ഒരല്പം കൂടെ ആഴമായിട്ട് ഞാൻ പറയാ, ഈ വിധവയുടെ വീട്ടിൽ എപ്പോ പ്രശ്നം ആരംഭിച്ചോ അപ്പോൾ യേശു കഫർന്നഹൂമിൽ നിന്ന് പുറപ്പെട്ടു എന്നർത്ഥം. ഇന്ന് പകൽക്കാലം ചിലരൊക്കെ യാദൃശികമായിട്ടാണെന്ന് നിനക്കൊരു പക്ഷെ തോന്നിയേക്കാം. എന്നാൽ ഇല്ല, നിന്റെ മേലൊരു ദൈവിക പദ്ധതി ഉണ്ട്. നിന്റെ തലമുറയുടെ മേൽ ഒരു ദൈവിക പദ്ധതി ഉണ്ടെങ്കിൽ, നിന്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ തകർന്നെന്ന് നീ ചിന്തിച്ചിരിക്കുക. പക്ഷെ കൃത്യസമയത്ത് നിന്റെ ജീവിതത്തിൽ ഒരത്ഭുതം ചെയ്യാൻ എന്റെ യേശു മതിയായവനാ. വിശ്വസിക്കുന്ന ദൈവജനത്തിന് ഇന്ന് പകൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചിലരൊക്കെ യാദൃശികമായിട്ടാണെന്ന് നിനക്ക് തോന്നും കേട്ടോ. ചിലരൊക്കെ അവസാനിച്ചെന്ന് തോന്നും, എല്ലാം നഷ്ടപ്പെട്ടെന്ന് തോന്നും, ഇനി ഒരു പ്രതീക്ഷ ഇല്ലെന്ന് തോന്നും. ഇല്ല, എപ്പോ നിന്റെ വീട്ടിൽ പ്രശ്നം തുടങ്ങിയിട്ടുണ്ടോ അപ്പൊ അവൻ പുറപ്പെട്ടിട്ടുണ്ട്. കൃത്യസമയത്ത് മരണത്തിന് വിട്ടുകൊടുക്കാതെ, കുഴിയിലേക്ക് വിട്ടുകൊടുക്കാതെ, നിന്റെ തലമുറയിൽ, നിന്റെ കുടുംബത്തിൽ ഒരു ഉയർപ്പ് കൽപ്പിക്കാൻ ഏറ്റെടുത്തോ. ഇന്ന് പകൽ ചിലരുടെ സമയമായിട്ടുണ്ട് കേട്ടോ. ഇന്ന് പകൽ വിടുതലിന്റെ സമയമാ, ചില ദൈവപ്രവൃത്തിയുടെ സമയമാ.